ഷൊർണൂരിൽ മേളം തിയേറ്ററിനും റെയിൽവേ സ്റ്റേഷനും സമീപമുള്ള വെള്ളക്കെട്ട് പ്രശ്നം നഗരസഭയ്ക്ക് തലവേദനയാകുന്നു. റോഡിലെ കൾവേർട്ട് അടഞ്ഞതോടെ വെള്ളത്തിന്റെ സുഗമമായ ഒഴുക്ക് നിലച്ചതാണ് പ്രധാന പ്രശ്നം. വിവരം അറിഞ്ഞ് നഗരസഭാ അധികാരികളും PWD അധികാരികളും സ്ഥലം സന്ദർശിച്ചു. പ്രാഥമിക പരിശോധനയാണ് നടത്തിയതെന്നും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും ചെയർപേഴ്സൺ P. നിർമ്മല STVയോട് പറഞ്ഞു. മുൻകാലങ്ങളിൽ എന്ന പോലെ വീണ്ടും വെള്ളക്കെട്ട് പ്രശ്നം നഗരസഭയ്ക്ക് തലവേദനയാവുകയാണ്. മഴ പെയ്തു തുടങ്ങിയപ്പോൾ തന്നെ പ്രശ്നം രൂക്ഷമാകുന്ന സ്ഥിതിയാണിവിടെ. മേളം തിയേറ്ററിനും റെയിൽവേ സ്റ്റേഷനും സമീപമായാണ് വിവിധ ഡ്രൈനേജുകളിലെ വെള്ളക്കെട്ട് പ്രധാന പ്രശ്നമാകുന്നത്. റോഡിലെ കൽവർട്ട് അടഞ്ഞതോടെയാണ് വെള്ളത്തിന്റെ സുഗമമായ ഒഴുക്കിന് തടസ്സമായിരിക്കുന്നത്. പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടതോടെ നഗരസഭാ അധികാരികളും PWD അധികാരികളും സ്ഥലം സന്ദർശിച്ചു. വിവിധ ഭാഗങ്ങളിലാണ് ഇവർ പരിശോധന നടത്തിയത്. പാഴ്വസ്തുക്കളും ചപ്പുചവറുകളും അടിഞ്ഞുകൂടി കൽവർട്ടിലെ ഓവുചാൽ അടഞ്ഞിരിക്കുകയാണ്. ഓവുചാലാകട്ടെ വലിയ വ്യാസമില്ലാത്തതുമാണ്. റെയിൽവേ നിർമ്മിച്ച ഡ്രെയിനേജ് ഉയരം കൂടിയതും കൽവർട്ടിലെ ഓവുചാൽ കണക്ട് ചെയ്യുമ്പോൾ വെള്ളം സുഗമമായി ഒഴുകിപ്പോവാൻ കഴിയാത്തതുമാണ് പ്രധാന പ്രശ്നമെന്ന് ചെയർപേഴ്സൺ P. നിർമ്മല പറഞ്ഞു. പ്രശ്നത്തിൽ റെയിൽവേ അധികാരികളുമായി ചർച്ച ചെയ്യുമെന്നും ചെയർപേഴ്സൺ സൂചിപ്പിച്ചു. പാടം നികത്തിയുള്ള അശാസ്ത്രീയമായ കെട്ടിട നിർമ്മാണവും മറ്റൊരു കാരണമായി ചെയർപേഴ്സൺ ചൂണ്ടിക്കാട്ടുന്നു. മേളം തിയേറ്ററിന് സമീപത്ത് ഉണ്ടാകുന്ന വെള്ളക്കെട്ട് സ്ഥിരമായിട്ടുണ്ടാവുന്നതാണ്. ഈ വർഷം മാത്രം സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമല്ല അത്. ഇതിലിപ്പോൾ എന്താ പറയുക, അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണങ്ങളാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. പാടം നികത്തിയിട്ട് നിർമ്മിതികൾ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ റെയിൽവേ ചെയ്തിട്ടുള്ള ചാല അതിൻ്റെ ഉയരം കൂടിപ്പോയി. അപ്പോൾ ഈ ചാല അതിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ വെള്ളം അങ്ങോട്ട് കറക്റ്റായിട്ട് പോണില്ല. അതൊക്കെയാണ് ഇതിലത്തെ പ്രശ്നങ്ങൾ. അപ്പോൾ റെയിൽവേയുമായിട്ട് കൂടി ആലോചിച്ച് ഇതിൻ്റെ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് നമ്മൾ നോക്കുന്നുണ്ട്. PWD സന്ദർശിച്ചിട്ടുണ്ട്. അവർക്കിപ്പോൾ ഇതിൽ പരിഹാരം പറയാനുള്ളതുള്ള ചാലുകളുടെ വീതി കുറഞ്ഞു പോയിട്ടുണ്ട്. പ്രാഥമികമായ പരിശോധനയാണ് ഇപ്പോൾ നടന്നതെന്നും അഴുക്കുചാൽ വൃത്തിയാക്കുന്നതടക്കമുള്ള ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും ചെയർപേഴ്സൺ P. നിർമ്മല STVയോട് പറഞ്ഞു. MLA ഫണ്ടിൽ നല്ലൊരു കൾവർട്ട് പണിയാൻ ഉള്ള തുക വകയിരുത്തിയിട്ടുണ്ട്. അതിൻ്റെ പണി വരണമെങ്കിൽ കുറച്ച് താമസം വരും. അതിൻ്റെ മുന്നായിട്ട് നഗരസഭയ്ക്ക് ചെയ്യാൻ കഴിയുന്നത് ചാലുകൾ വൃത്തിയാക്കുക എന്നുള്ളതാണ്. അത് നഗരസഭയുടെ ഭാഗത്തു നിന്ന് ആ ചാലുകൾ വൃത്തിയാക്കാൻ വേണ്ട എല്ലാ നടപടികളും ഉണ്ടാവും. പക്ഷേ അതിൽ മനുഷ്യനോ അല്ലെങ്കിൽ മെഷീനോ ഒന്നും വെച്ച് ചെയ്യാൻ കഴിയാത്ത വിധം അത്രയും അടിയിലും അതിൻ്റെ ഉള്ളിൽ കൂടെ പോയി ഒരാൾക്കും അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. ആ വിധത്തിലാണ് ആ ചാല്. അതാണ് ഇപ്പോൾ ഇതിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് അതാണ്. നഗരസഭ AEയും സ്ഥലം സന്ദർശിക്കും. പല ഡ്രൈനേജുകൾക്കും വീതി ഇല്ലാത്തത് പ്രധാന പ്രശ്നമായി PWD അധികാരികളും ചൂണ്ടിക്കാട്ടുന്നു. PWയും MLAയും കൂടി ആലോചിച്ച് പുതിയൊരു കൽവർട്ട് നിർമ്മിക്കാനുള്ള ആലോചന ഉണ്ടെന്നും ചെയർപേഴ്സൺ സൂചിപ്പിച്ചു. പരിശോധനയിൽ ചെയർപേഴ്സൺ P. നിർമ്മല, മറ്റ് ജനപ്രതിനിധികളായ സന്ധ്യ, രവീന്ദ്രൻ, മുരുകൻ, പ്രദീപ്, ഗോപകുമാർ എന്നിവർക്ക് പുറമെ PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ ജിതിൻ എന്നിവരും ഉണ്ടായിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ.